ഓക്കേടാ സെറ്റ്. പക്ഷേ അവൾക്ക് വേണ്ടിട്ടില്ല, നിനക്ക് വേണ്ടി. നീ വരുന്നോണ്ട് മാത്രം ഈ ഹണിമൂൺ ട്രിപ്പിന് ഞാൻ വരുന്നേ. അപ്പൊ സെറ്റ്. നീ നാളെ ഒരു ഈവനിങ് ആവുമ്പോ ഇങ്ങോട്ടേക്ക് പോരേണ്ടേ? ഓക്കേടാ. ഞാനെന്നാ ചെറിയൊരു വർക്കിലാ, ഇത് കഴിഞ്ഞിട്ട് വിളിക്കാട്ടോ. ഓക്കെ ഓക്കെ. നൈറ്റ് പറ്റുവാണെങ്കിൽ നമുക്കൊന്ന് മീറ്റ് ചെയ്യാട്ടോ. ശരിടാ. വേണ്ട വേണ്ട, നമ്മള് ശത്രുക്കളാണ്, ഗുണ്ടകളല്ല. ഇരിപ്പുണ്ടല്ലേ പാവത്താനമാരി. കോക്രോച്ചിനെ കൊണ്ടുവന്ന രംഗം ഇപ്പോഴും ഇന്നും മനസ്സിന് പോയിട്ടില്ല. എന്തായാലും വൈകാതെ ഈനുള്ള പണി അവർക്ക് കൊടുക്കണം. നീ ക്ലാരനെ പറ്റി എന്താണ് വിചാരിച്ചേ? കൊടുത്താ കൊല്ലത്തും കിട്ടുന്നാണല്ലോ. നിനക്ക് കൊല്ലൊന്നും വേണ്ട. നാളെ തന്നെ നീ എനിക്ക് തന്ന പണിക്ക് ഉള്ള റിവെഞ്ച് ഞാൻ തരും. നോക്കിക്കോ. അല്ലാന്നുണ്ടെങ്കിൽ ഈ ക്ലാരന്റെ പേര് മാറ്റിക്കോ. എന്റെ മുഖത്താണ് തറ ഇരിക്കുന്നേ. അങ്ങ് തുടച്ചിട്ട് വേഗം പോവാൻ നോക്ക്. എനിക്ക് വർക്കുള്ളതാ. വേണ്ടേ? നിക്കടി, നിനക്കുള്ളത് ഞാൻ വെച്ചിട്ടുണ്ട്. അന്ന് കോക്രോച്ചിനെ വെച്ച് ചെറിയൊരു ഡോസിൽ തന്നിട്ടുള്ളൂ. കാത്തിരുന്നട്ടോ, ഒരു അനുഭവം തന്നെ നിനക്ക് കയ്യിൽ വെച്ച് തരുന്നുണ്ട് ഞാനേ. പിന്നെ അന്ന് നീ എനിക്ക് തന്നിട്ടുള്ള പണിക്ക് റിവെഞ്ച് ഞാൻ എടുക്കാതെ നിൽക്കുന്നത് എന്താ? എന്നെ പേടിച്ചിട്ടാണെന്നാണ് വിചാരം? കൊടുത്താ കൊല്ലത്തും തിരിച്ചു കിട്ടുന്നല്ലേ? ഈ ക്ലാരയ്ക്ക് കൊല്ലാവണമെന്നില്ലോ. നാളെ തന്നെ നിനക്ക് അതിനുള്ള റിവെഞ്ച് ആയിട്ട് ഈ ക്ലാര വന്നിരിക്കും. നോക്കിക്കോ. ആഹാ, ഇപ്പോ ഞാനാണോ പിള്ളേരെ പോലെ ബിഹേവ് ചെയ്യുന്നേ? അതോ തൊട്ടേനും പിടിച്ചനൊക്കെ പിണങ്ങി പോണേ നീയോ? അതേപോലെ ഞാൻ നിന്നെ സമാധാനപ്പെടുത്തും. അത് എന്റെയും കൂടെ അവകാശല്ലേ? അല്ലടി, നിനക്ക് എന്താ പറ്റിയേ? നീ എന്താ എങ്ങനെ ചെയ്യുന്നേ? അല്ല, കേട്ട പാതി കേൾക്കാത്ത പാതി തൊട്ടേനും പിടിച്ചനൊക്കെ ഇങ്ങനെ പിണങ്ങുമല്ലേ? അതാ ചോദിച്ചേ എന്നാ പറ്റിയതാന്ന്. എന്നാ ബാഗൊക്കെ ഇപ്പൊ തന്നെ പാക്ക് ചെയ്തോ. നീയല്ലേ പറഞ്ഞു പോവാന്ന്? അല്ല, അല്ലെങ്കിൽ തന്നെ നീ ഒന്ന് പറഞ്ഞേ. നമ്മൾ ഇഷ്ടപ്പെടുന്നവര് എന്തെങ്കിലുമൊക്കെ ആഗ്രഹം പറഞ്ഞാ സാധിച്ചു കൊടുക്കണമെന്നല്ലേ? അതാ ഞാൻ അങ്ങനെ പറഞ്ഞേ. അതിലെന്ത് തെറ്റുള്ളത്? അല്ല, സംസാരിച്ചിരിക്കണ തിരക്കില് പാക്ക് ചെയ്യാൻ മറന്നോ? അല്ല, ഞാൻ വേണമെങ്കിലും ഹെൽപ്പൊക്കെ ചെയ്യാട്ടോ. പോയാ അത് വരത്തില്ലെന്ന് എനിക്ക് അറിയാലോ. നീ വന്നാലല്ലേ കൂടെ നിന്റെ നേല് വരൂ. നീ വന്നില്ലെങ്കിൽ നേലെങ്ങനെ വരുന്നേ? അല്ലടി പെണ്ണെ, നിനക്കിന്നത് എന്താ പറ്റിയേ? പിന്നെ ഞാനേ തമാശക്ക് പറഞ്ഞതല്ലോ. നീ സീരിയസ് ആയിട്ട് നിന്റെ ബാഗൊക്കെ പാക്ക് ചെയ്തോ? ലൂസി, ഞാനത് വെറുതെ പറഞ്ഞതല്ല. നിന്റെ ബാഗിന്റെ കൂടെ തന്നെ എന്റെ ബാഗും പാക്ക് ചെയ്തോ. നമ്മളിനി ഒരാഴ്ച നാട്ടിലുണ്ടാവത്തില്ല. ഹണിമൂൺ. ഞാൻ ഒറ്റയ്ക്ക് പോണതിന്റെ പേരാണോ ഈ ഹണിമൂൺ എന്ന് പറയുന്നേ? ഹേയ് അല്ല ലൂസി, അതും നമ്മൾ ഒറ്റയ്ക്കൊന്നല്ല പോന്നേ. നമ്മള് 3 കപ്പിൾസ് ഒരുമിച്ചാ പോണേ. ഞാന്, നീ, ജെയ്സന്, നിന്റെ ചേച്ചി, കിം, ക്ലാര. കിമ്മിനോട് ഞാൻ സംസാരിച്ചതാ. ജെയ്സനോട് സംസാരിച്ചായിരുന്നു. പക്ഷേ അവന് വലിയ ഇൻട്രസ്റ്റ് ഇല്ലെന്നാ പറഞ്ഞേ. സോ ചിലപ്പം അവരുണ്ടാവും. അതില്ലാന്നുണ്ടെങ്കിൽ അവരുടെ സ്ഥാനത്തേക്ക് 2 ടിക്കറ്റ് ഒഴിവാ. ആരെങ്കിലും ഒരാളെ പിടിച്ചു കയറ്റേണ്ടി വരും. ലൂസി, അതിനത് ഞാൻ എക്സ്പെക്ട് ചെയ്തതല്ല. ഞാൻ ഓഫീസിൽ പോയപ്പോ ഒരു ക്ലയന്റിന്റെ ഡീലിംഗ് ഓക്കെ ആയിന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നോ? അവര് റിസോർട്ടില് ആദ്യമായിട്ട് നമ്മൾ പോണെന്ന് അവർ ആഗ്രഹിക്കുന്നേ. ഒരു പ്രൊമോഷന്റെ ഭാഗം എന്ന് പറയാം. അങ്ങനെ 3 കപ്പിൾസിനുള്ള ടിക്കറ്റ് തന്നായിരുന്നു. ഒറ്റയ്ക്ക് പോവാൻ മടിയാണെങ്കിൽ ഫ്രണ്ട്സ് ആയിട്ട് പോലെന്ന് വിചാരിച്ചിട്ട്. അതാ. അതൊക്കെ സർപ്രൈസ്. അവിടെ പോയിട്ട് അറിഞ്ഞാ മതി. നോ, അത് അവിടെ പോയിട്ട് അറിഞ്ഞാ മതി. കിമിനോട് പോലും ഞാൻ എവിടേക്കാന്ന് പറഞ്ഞിട്ടില്ല. എന്നിട്ടല്ലേ
ചേച്ചിയും ജെയ്സൺ ബ്രോയും എന്താ വരുന്നില്ലെന്ന് പറഞ്ഞേ? അത് അവന്റെ ഏതോ ഫ്രണ്ടിന്റെ എന്തോന്ന് പറഞ്ഞായിരുന്നു, എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. അവനും ചേട്ടത്തിയും അങ്ങോട്ട് പോണത്രേ. നമുക്കാണെങ്കിൽ നാളെ നൈറ്റ് തന്നെ പോണം. അവനാണെങ്കിൽ ഒരു 3 ദിവസത്തെ എന്തോ പ്ലാനിങ് ഉണ്ടെന്നാ പറഞ്ഞേ. എനിക്ക് മനസ്സിലായില്ല. അപ്പോ അവൻ വരാത്ത സ്ഥിതിക്ക് എന്തേലും വേറെ ആരെങ്കിലും നോക്കണം. ഇനിയിപ്പോ ആര് വരാനാ? അല്ല, കപ്പിൾസ് തന്നെ പോണെന്ന് നിർബന്ധമുണ്ടോ? ഹേയ്, അങ്ങനൊന്നുമില്ല. നമ്മൾ ചെറിയൊരു ട്രിപ്പ് പോലെ പോവാം. പക്ഷേ 2 ടിക്കറ്റ് ഫ്രീ അല്ലേ? അതിലിപ്പോ ആരെയാ കൊണ്ടുപോവാന്ന് ആലോചിക്കുന്നേ. എന്നാ ഞാൻ രണ്ടാൾക്കാരെ റെക്കമെൻഡ് ചെയ്യട്ടെ. പറഞ്ഞോ, ആരാ? മിയ, പീറ്റർ. ആഹാ, അത് ശരിയാണല്ലോ. ഇവരെ കുറിച്ച് ഞാൻ ആലോചിച്ചിട്ടന്നില്ല. എന്തായാലും നമ്മൾ വിളിച്ച് അവര് വരാണ്ടിരിക്കത്തില്ലല്ലോ. ഒരു ട്രിപ്പ് അല്ലേ, എല്ലാവർക്കും കൂടെ അടിച്ചു പൊളിച്ച് പോയിട്ട് തന്നെ. നീ എന്തായാലും മീനോട് ചോദിച്ചു നോക്ക്. ഞാൻ വിളിച്ചു ചോദിച്ചോക്കട്ടെ. അതേപോലെ തന്നെ പീറ്ററിനോടും നീ തന്നെ പറഞ്ഞേക്കിട്ടോ. ഓക്കേ ജിം. പിന്നൊരു കാര്യം, ഈ ട്രിപ്പിന് ഞാൻ വരുന്നതും ഇപ്പൊ ഇങ്ങനെ നിൽക്കുന്നതൊക്കെ നിന്നോടുള്ള വെറുപ്പുണ്ടാ? എന്റെ വെറുപ്പ് എങ്ങനെ കാണിക്കണമെന്ന് എന്റെ ഇഷ്ടാ. അതാ, നീ വേറൊന്നും വിചാരിക്കരുത്, കേട്ടല്ലോ? ഓഫ് കോഴ്സ്, യാ ഞാനേ അങ്ങനെ തന്നെ വിചാരിക്കുന്നേ ഉള്ളൂ. ലയ ഫോണ് കട്ട് ചെയ്യല്ലേ ലയ, പ്ലീസ്, ഞാൻ പറയണമെന്ന് കേക്ക്. ജോസ്, ഞാൻ പറഞ്ഞു എനിക്ക് നിന്നോട് സംസാരിക്കേണ്ട ഒരാവശ്യമില്ല. പിന്നെ എന്തിനാ വീണ്ടും വീണ്ടും എന്നെ ഇങ്ങനെ കോൾ ചെയ്ത് ടോർച്ചർ ചെയ്യുന്നേ? ഇതായിരിക്കണം അവസാനത്തെ കോള്. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ എന്തായാലും ജെയ്സനോട് ഈ കാര്യം പറയും. പറഞ്ഞേക്കാം. ഇടിലയ, ഞാൻ നിന്റെ ആരെന്ന് മറന്നോ? എന്റെ മുന്നിൽ തന്നെ എത്ര ധൈര്യത്തോടെ നീ അവനോട് പറയുന്നേ. നീ എന്റെ ആരാടാ? ആരാന്ന്? നിനക്ക് മറന്നിട്ടുണ്ടെങ്കിലേ ഞാൻ ഓർമ്മപ്പെടുത്തി തരാം. നീ എന്റെ ഭാര്യ, എന്റെ കുഞ്ഞിന്റെ അമ്മ. അത് നീ ഒരിക്കലും മറക്കണ്ട. എന്നാലേ നിനക്ക് തെറ്റി. ഞാനിപ്പോ മിസ്സിസ് ജെയ്സൺ ഓബ്രായാണ്. അത് നീ മറക്കണ്ട. ലയ, പ്ലീസ് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ്. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോ മോളെ എനിക്ക് അത്യാവശ്യം. മോളെ മാത്രം ഇവിടെ കൊണ്ടുവന്ന് നിർത്തിയില്ലാന്നുണ്ടെങ്കിൽ എന്തായാലും ആ തന്തപ്പൊടി സ്വത്തൊക്കെ അനാഥാലയത്തിൽ എഴുതി വെച്ചാൽ എഴുതി വെക്കും. പിന്നെ എനിക്ക് അതിൽ 1 റുപ്യ പോലും കിട്ടത്തില്ല. പിന്നെ ഞാൻ എങ്ങനെ ജീവിക്കാനോ? അത് നീ ഒന്ന് മനസ്സിലാക്ക്. നിഷ എന്റെ മോളാ. എന്റെ അവസാന ശ്വാസം വരിക്കും അവളെ ഞാൻ ഒരു ചെറ്റേക്ക് വിട്ടു കൊടുക്കത്തില്ല. അത് മനസ്സിലാക്കിക്കോ. ഇനി മേലാല് ഈ കാര്യം പറഞ്ഞ് നീനെ കോള ഞാൻ വന്നാണ്ടല്ലോ, ഞാൻ എന്തായാലും ഈ കാര്യത്തിനെ പറ്റി ജെയ്സനോട് പറയേണ്ടി വരും. അവനെങ്ങാനും നീ എന്നെ ടോർച്ചർ ചെയ്ത് അറിഞ്ഞു കഴിഞ്ഞാ 2 കാലിൽ നടക്കണം, നീ 4 കാലിൽ എങ്ങനെ നടക്കത്തുള്ളൂ. അത് ഞാൻ പറയണമെന്നില്ലല്ലോ. ഓഹോ, അപ്പോ എന്റെ കുഞ്ഞിനെ ഞാൻ ചോദിച്ചാൽ നിനക്ക് തരാൻ മടി. നിന്റെ കയ്യിൽ നിന്ന് ആ കുഞ്ഞിനെ എങ്ങനെ മേടിക്കണമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഇപ്പോ നീ അവനുള്ള ധൈര്യത്തിലല്ലേ ഇത്രയും വെല്ലു വിളിച്ചോണ്ടിരിക്കുന്നേ? ആദ്യം അവനെ തീർക്കാടി. അവനില്ലെങ്കിൽ പിന്നെ നീ എങ്ങനെ നിൽക്കും? അപ്പൊ താനെ നീ എന്റെ കാൽക്കീഴിൽ എത്തിക്കോളും. അന്നേരം നിന്നെ ഞാൻ നോക്കിക്കോളാം, കേട്ടോ? ഹലോ ഹലോ, കർത്താവേ, എന്തിനാ ഇതൊക്കെ? വീണ്ടും എന്നെ ജെയ്സനെ കണ്ടുമുട്ടിച്ചില്ലായിരുന്നെങ്കിൽ ഇന്ന് ഇപ്പൊ ഞാൻ കാരണം അവൻ ഇങ്ങനെ ഒരു പ്രശ്നം വരത്തില്ലായിരുന്നു. എല്ലാം ഞാൻ കാരണം. ഞാനായിട്ട് അവന്റെ ലൈഫ് സ്പോയിൽ ചെയ്തേ, എന്നെ സ്നേഹിച്ചെന്നുള്ള ഒറ്റ കാരണം കൊണ്ട്. കർത്താവേ, ജോസ് പറഞ്ഞ പോലെ ജെയ്സന് അവൻ കാരണം ഒരു അപകടം ഉണ്ടാവരുത്. ജെയ്സൺ എപ്പോഴും ആരോഗ്യത്തോടെ ഒരു കുഴപ്പമില്ലാണ്ടിരിക്കണം. കഴിയണതും ഇന്നെ ഡൈവേഴ്സിനെ പറ്റി എന്തെങ്കിലും തീരുമാനാക്കി എത്രയും പെട്ടെന്ന് ജെയ്സന്റെ അടുത്ത് നിന്ന് മാറി നിൽക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ കാരണം അവന് ഓരോ പ്രോബ്ലം വന്നോണ്ടിരിക്കത്തേ ഉള്ളൂ. ജെയ്സൺ എന്തെങ്കിലും പറ്റിയ അതൊരിക്കലും എന്നെ കൊണ്ട് താങ്ങാൻ പറ്റത്തില്ല. കർത്താവേ, പ്ലീസ്. റെഡിയായോ? റെഡിയായി. അല്ല, നിഷക്കുട്ടി എന്തേ? അവള് ലൂസിന്റെ അടുത്ത് നോക്കാൻ ഏൽപ്പിച്ചിട്ടാ വന്നേ. ലോങ് ആന്നല്ലേ പറഞ്ഞേ. അപ്പൊ പോയി വരുമ്പോ വൈകത്തില്ലേ, അവളെയും കൊണ്ട് ചെല്ലാൻ പാടായിരിക്കും. അതാ ലൂസിനെ ഏൽപ്പിച്ചിട്ട്. എന്നാ നിന്ന് വൈകാതെ പോവാ. വാ. 2 പേരും ഇറങ്ങിയോ? അല്ലടാ ഏട്ടാ, നീ എന്തിനാ വിളിച്ചേ? എടാ ജിം, പ്രതീക്ഷിക്കാതെ ഒരു എമർജൻസി. എന്തായാലും ഇന്ന് പോയേ പറ്റൂ. ഇന്നൊരു ദിവസം നീ ഒറ്റയ്ക്ക് മാനേജ് ചെയ്യൂലേ? ഓ, ഇതാണോ കാര്യം? അതൊക്കെ ഞാൻ നോക്കിക്കോളാം. നീ നോക്കി പോയിട്ട് വാ. ഓക്കേടാ. പിന്നെ നീ ഫയലൊക്കെ അതൊക്കെ ഞാൻ നോക്കിക്കോളാം. നീ സമാധാനത്തോട് പോയിട്ട് വാ. ഓക്കേടാ. ഡാഡിനോട് പറഞ്ഞേക്കേണ്ടേ? ഓക്കെ. പോയിട്ട് വരാട്ടോ. ഓക്കെ ചേട്ടത്തി. ലൂസിനോടും പറഞ്ഞേക്കേണ്ടിട്ടോ. പിന്നെ നിഷക്കുട്ടി കാര്യമാണെങ്കിൽ അവക്കുള്ള ഫുഡൊക്കെ ഞാൻ എന്റെ കബോർഡിൽ വെച്ചിട്ടുണ്ട്. അതും കൂടെ ഒന്ന് പറയണേ. ഓക്കെ ചേട്ടത്തി. എന്നാ ശരിടാ, ഞാൻ പോയിട്ട് വരാട്ടോ. ഓക്കെ, നോക്കി പോയിട്ട് വാ. ഹണി, നീ സേഫ് ആയിട്ട് അവിടെ റീച്ച് ആയില്ലേ ബേട്ടാ? യാ മാം, മോർണിംഗ് ഇവിടെ എത്തിയിട്ടേ ഉള്ളൂ. അല്ല ബേട്ടാ, നീ അവനെ കണ്ടോ? നിങ്ങൾ തമ്മിലുള്ള പ്രോബ്ലം ഒക്കെ സോൾവ് ആയില്ലേ? ഇല്ല മാം, അവൻ എങ്ങനെ ഫേസ് ചെയ്യാൻ പോണെന്ന് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അന്ന് ആന്റിന്റെ ഒറ്റ വാക്ക് കേട്ടോണ്ടാ
അവന്റെ മനസ്സ് മാറുകയും ചെയ്യും, നിന്നെ സ്വീകരിക്കുകയും ചെയ്യും. യു ഡോണ്ട് വറി. എല്ലാം കൊണ്ട് പേടിത്തം വിട്ട് നിൽക്കുവാ മോം. ഒന്നാമത് അവനാണെങ്കിൽ ഒരു വക പോലെ എന്നോട് മിണ്ടുന്നില്ല. ഇന്നേക്ക് 2 വർഷമായി. 2 വർഷത്തിനിടയ്ക്ക് ഒരു കോൾ പോയിട്ട് ഒരു മെസ്സേജ് പോലും ഇല്ല, അറിയോ? ഡോണ്ട് വറി ശ്രീജ, എല്ലാം കയ്യിലെത്തേണ്ട നേരം വന്നു. ഇനിയെല്ലാം നീ ആഗ്രഹിച്ച പോലെ നടക്കും. അതുവരെ മാത്രം ഈ കഷ്ടപ്പാടുള്ളൂ. അത് കഴിഞ്ഞാ നീ ആഗ്രഹിച്ച ജീവിതം അത് നിനക്ക് എന്നേക്കായിട്ട് സംഭവം പോവാ. പിന്നെ ആ സാമ്രാജ്യത്തിന് തന്നെ നീയാ റാണി. ഞാൻ മാം, ആ ഒരു ഡേക്ക് വേണ്ടിയാ ഞാൻ ഇത്രയും കഷ്ടപ്പെടുന്നേ. അല്ല ബേറ്റ, നമ്മളെ ഫാമിലിനെ പറ്റിയൊന്നും ഇനിയും അവൻ അറിഞ്ഞിട്ടില്ലല്ലോ. ആന്റി അതിനെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. ഹേയ് ഇല്ല മാം, അതും പാടി അറിഞ്ഞ അവൻ എന്തായാലും ആ വീട്ടിൽ തന്നെ ചവിട്ടി പുറത്താക്കും. അത് ഉറപ്പല്ലേ? ഞാൻ എന്തൊക്കെ എമോഷണൽ ഡ്രാമ ഇട്ടിട്ടാ അവിടെ നിൽക്കുന്നതെന്ന് മമ്മിക്ക് തന്നെ അറിയാലോ. ആ അറിയാം ബേട്ട, മമ്മിയും പപ്പിയും സിസ്റ്ററും ഒക്കെ ഉണ്ടായിട്ട് ആരില്ലാത്തൊരു അനാഥയെന്ന് പറഞ്ഞിട്ടില്ലേ നീ അവിടെ നിൽക്കുന്നേ? എല്ലാവർക്കും വേണ്ടിയാ, നമ്മുടെ ഫാമിലിക്ക് വേണ്ടി. നീ വിചാരിച്ച പോലെ എല്ലാം സക്സസ് ആയിട്ട് നടക്കും മോളെ. അതുവരെ നീ വെറിഡ് ആവാതിരിക്കേ. ഓക്കെ മാം, ഞാൻ അവിടെ എത്താനായി. ഇനി എന്തുണ്ടെങ്കിലും ഞാൻ ടെക്സ്റ്റ് അയക്കാം. ഓക്കെ ബൈ. ബൈ ബേട്ട, ലവ് യു. മാം മാം. ഓ എന്താ തേജ? ശ്രീജ നാട്ടിലെത്തിയിട്ടുണ്ടല്ലേ? അത് പിന്നെ അല്ല, ഇതാരാ നിന്നോട് പറഞ്ഞേ? വേറെ ആര് പറയേ? അവളെ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് കണ്ടായിരുന്നു. സോ വാട്ട്? അതിനിപ്പോ എന്താ? അവള് വന്നാ നിനക്ക് എന്താ? മാം ബട്ട് വൈ? വീണ്ടും എന്തിനാ അവൾ ആ വീട്ടിലേക്ക് കയറി ചെല്ലുന്നേ? അവൾ അവിടെ അടിച്ച് പുറത്താക്കിയതല്ലേ? പിന്നെന്താ? തേജ, നിനക്ക് നിന്റെ കാര്യം നോക്കിയാ പോരെ? നിനക്ക് 1000 പ്രോബ്ലംസ് ഇല്ലേ? അതിന്റെ ഇടയിൽ എന്തിനാ അവളുടെ കാര്യത്തിൽ ഇടപെടുന്നേ? മാം എന്ത് മോനെ? നീ ജിമ്മിനെ കല്യാണം കഴിക്കാന്ന് പറഞ്ഞ് കുറെ കാര്യമെല്ലാം നടന്നിട്ടേ, എന്നിട്ട് ആ കാര്യം നടന്നോ? ദേ പപ്പന്റെ ബിസിനസ് ഒക്കെ ലോസ് ആയി, ഏകദേശം തെരുവിലെത്താൻ അവസ്ഥയായി. ഇനി നമ്മൾ ഇങ്ങനത്തെ നിന്ന് ഒരു മാറ്റം വരാൻ പോണില്ല. അതിന് വേണ്ടിട്ടാ അവളെങ്കിലും ശ്രമിക്കുന്നേ. അവളെങ്കിലും ഒന്ന് കഴിച്ചിലാവട്ടെ. എല്ലാത്തിനും ഇങ്ങനെ ഈഗോ കാണിച്ച് നിക്കല്ലേ? ഓ ഇപ്പൊ ഈഗോ കാണിക്കുന്ന ആള് ഞാനാണല്ലേ? ബേറ്റ, മമ്മി അങ്ങനെ പറഞ്ഞതല്ല. നിനക്കെന്നെ നമ്മുടെ അവസ്ഥ പറയാവുന്നതല്ലേ? ദേ പപ്പ ബിസിനസ്സിലൊക്കെ പോട്ട് ഇനി ഒന്നുമല്ല, എല്ലാത്തിലും ലോസാ. തുടർന്നത് ഫുള്ള് ലോസാ. ഇനി എല്ലാം കൂടെ ലോസായി ആ കൂടെ നടു തെരുവിലിറങ്ങുന്ന അവസ്ഥയായി. അങ്ങനെ സംഭവിച്ചാ നമ്മൾ എന്ത് ചെയ്യും? കേറി കിടക്കാൻ ഒരു സ്ഥലമെങ്കിലും വേണ്ടായോ? അതിന് വേണ്ടിട്ടല്ലേ അവൾ അത്ര പാടുപെടുന്നേ? ആര് പാടുപെടുന്നെന്ന്? അവളോ? ഈ കണക്കിന് പോവാണെങ്കിലേ മിക്കവാറും അവന്റെ വീട്ടിൽ കേസ് കൊടുത്തിട്ടേ അവള് ഫോർട്ടിന്റെ കേസിൽ അകത്ത് പോയി കിടക്കലുണ്ടാവുള്ളൂ. നോക്കിക്കോ. തേജ, ഞാൻ പറയണ പറഞ്ഞു. ഇനി മമ്മി ഇളയ പുത്രി ഞാൻ പോന്നെ. 2 കൊല്ലായി ഒരുത്തിന്റെ വയറ്റാലെ നടക്കാൻ തുടങ്ങിയിട്ട് ഫാമിലി ബാക്ക്ഗ്രൗണ്ടിനെ പറ്റി ഒരു അക്ഷരം കണ്ടിട്ടില്ല. അനാഥയെന്ന് പറഞ്ഞ് സിമ്പതിയെ പറ്റി കയറി പറ്റിയിരിക്കുക. എന്നാ ചവിട്ടി പുറത്താക്കുന്നെന്ന് കർത്താവിനറിയാം. ഈ പെണ്ണെന്താ ഇങ്ങനെ? ഇവളെ ജീവിതം കൊഞ്ഞട്ടെ. അവളിങ്ങനെ ജീവിച്ചു പൊക്കട്ടെന്ന് വിചാരിച്ചാ പോരെ? അതിൽ ഈ കടിച്ചു വന്നേക്കുന്നെ. ഗോഡ്, എങ്ങനെങ്കിലും എന്റെ ശ്രീജമോളെ ജീവിതെങ്കിലും ഒന്ന് കഴിച്ചിലാവണം. സാറ, കോഫി. അല്ല ഇവളിതെവിടെ? എത്ര നേരെ ഇവളും കാത്തിരിക്കാൻ തുടങ്ങിയിട്ട്? അല്ല ഇവളെന്താ പെറ്റെടുക്കണ നായനെ പോലെ അവിടെ ഇവിടെ ആ പരിസരത്ത് തന്നെ ചുറ്റിപ്പറ്റി നിൽക്കുന്നേ? എന്തുമായിരിക്കും? ഗിരിജ, ഓ രാവിലെ തന്നെ വരുന്നുണ്ട് തള്ള. എന്നാടാ? അല്ല കൊറേ നേരായല്ലോ പെറ്റിട്ട നായനെ പോലെ ആടി ഇവിടെ ഇങ്ങനെ ചുറ്റിപ്പറ്റി നിൽക്കാൻ തുടങ്ങിട്ടെ. എന്തുവാ കാര്യം? ഓ ഞാൻ എവിടെ നിന്നാലും നിങ്ങൾക്ക് എന്താ? അല്ല നീ ഇങ്ങനെ ഇവിടെ പുറത്ത് കിടന്ന് തേരാ പറ നടന്നു കഴിഞ്ഞാ വീട്ടിലുള്ള കാര്യങ്ങളൊക്കെ ആ കൊച്ചൊറ്റയ്ക്ക് ചെയ്യണോ? അതെന്താ ഒറ്റയ്ക്ക് ചെയ്താലേ? ഇത്രയും കാലം അവളെന്നെ ചെയ്തോണ്ടിരുന്നേ. ഇപ്പൊ എന്തേ? എടി അറിയാൻ മേലാത്തോണ്ട് ചോദിക്കുക. നിനക്കൊന്നും ഒട്ടും മനസ്സാക്ഷി എന്ന് പറഞ്ഞ സാധനം അടുത്തുകൂടെ പോലും പോയിട്ടില്ല അല്ലേ? ഇല്ല. എന്തേനി? നിന്നോടൊന്നും സംസാരിച്ചിട്ട് ഒരു കാര്യമില്ല. തല്ലണെങ്കിലേ ആദ്യം പോയി തല്ലേണ്ടത് എന്റെ മോനെയാ. അവനെ തല്ലി പോയിട്ടിരുന്നെങ്കിലേ ഇപ്പതേ നിന്നെ സഹിക്കേണ്ട ഒരു ആവശ്യം വരത്തില്ലായിരുന്നു. ഇപ്പോഴും വൈകിട്ടൊന്നുമില്ല. ഒരു മട്ടലും ചെത്തി ആത്തോട് ചെന്നേച്ചാ മതി. നിങ്ങളെ മോൻ അവിടെ വിരിപ്പില്ലേ? നിന്നോടൊക്കെ മനുഷ്യ സംസാരിക്കോടി? ഹേയ് ഇല്ല. അതുകൊണ്ടല്ലേ രാവിലെ തന്നെ നിങ്ങളൊന്ന് സംസാരിക്കുന്നേ? ഓ നിന്റെ സ്വഭാവം അറിഞ്ഞു വെച്ചിരുന്നിട്ടും നിന്നോടൊന്ന് സംസാരിച്ചാ എനിക്ക് ഇതല്ല ഇതിനപ്പുറം കിട്ടണം. എന്തോന്ന് വെച്ചാ കാണിക്കേ. എത്ര കാലം വിചാരിച്ചാ എല്ലാരെ കണ്ണിലും പൊടിയിട്ട് ഇങ്ങനെ മമ്പത്തിൽ കളിക്കി നടക്കുന്നേ? എന്നെങ്കിലും ഒരു ദിവസം നിന്നെ വഴിക്കാക്കാൻ ഒരുത്തി വീട്ടിലോട്ട് കയറി വരും. അന്നേരം നിനക്ക് വെച്ചിട്ടുണ്ട്. അങ്ങനെ വരാൻ പോണ തന്നെ എന്റെ വാലാട്ടിയാ. എന്നിട്ടാ കളവിന്റെ ഒരു ഡയലോഗ്. അല്ല നേരെ ഇത്രയായിട്ടും ഇവക്ക് ഇതിങ്ങോട്ട് ഇന്നുള്ളാനായില്ലേ? അവൻ ഇപ്പൊ ഇറങ്ങും. ആ വരുന്ന മുന്നേ തന്നെ അവൾ ഇവിടെ എത്തിക്കണം എന്ന് വിചാരിക്കുമ്പോ ആന്റി ഞാൻ എത്തി. ശ്രീജ കണ്ടിട്ട് എത്ര ആയിടി മോളെ? സുഖം തന്നെയല്ലേ നിനക്ക്? ആന്റി സിദ്ധുണ്ടോ? അകത്തിരിപ്പുണ്ട്. അവൻ ഹോസ്പിറ്റലിൽ പോണ നേരെ. അതാ നിന്നെ വിളിച്ച് നേരത്തെ കാലത്ത് വരാൻ പറഞ്ഞേ. നീ എന്നാ ചെല്ലേ, അവൻ ഭക്ഷണം കഴിക്കുക. അല്ല ആന്റി ഞാൻ എങ്ങനെ ഒറ്റയ്ക്ക്? ആന്റിയും കൂടെ വാ. ഞാനന്ന് ആ പ്രശ്നം ഉണ്ടാക്കി പോയതിനു ശേഷം അവൻ എന്നെ ഒറ്റയടിക്ക് അവോയ്ഡ് ചെയ്തതാ. ഇപ്പൊ എങ്ങനെയാ തിരിച്ച് അവന്റെ മുന്നിൽ പോയി നിൽക്കുന്നേ? ആന്റിയും കൂടെ വാന്നേ ഒരു ധൈര്യത്തിനെ. ആ കണക്കായി. ഞാനും കൂടെ വന്ന് അവന്റെ മുന്നിൽ അങ്ങോട്ട് നിന്നാണ്ടല്ലോ. നിനക്കെന്നെ അറിയാം അവനെന്നെ കണ്ണെടുത്ത കണ്ടുവിടുന്നേ. ഞാനും പടി വന്ന് നിന്നാലേ എന്നോടുള്ള ദേഷ്യത്തില് ഇപ്പൊ തന്നെ എന്നെ അടിച്ച് പുറത്താക്കിലാക്കും. പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് നീ തന്നെ ചെല്ലേ. അവൻ അങ്ങനെ നിന്നോടൊന്നും കയർത്ത് കയറുന്ന എനിക്ക് തോന്നുന്നില്ല. നീ എന്തായാലും ഇതുവരെ കണ്ടിന്യൂ ചെയ്ത ആ സിമ്പതി നാടകം തന്നെ അവന്റെ മുന്നിൽ വീണ്ടും അവതരിപ്പിക്കേ.
എന്തായാലും അതിന് മനസ്സറിയാതിരിക്കാൻ അവൻ എന്നെ പോലെ കൽമനസ്സുള്ളവനൊന്നല്ല. നീ ചെല്ലേ, അവനെ ഭക്ഷണം കഴിച്ച് കഴിയാറായി, വേഗം ചെന്നോ. ആന്റി ചെല്ല് ശ്രീജ, നിനക്ക് സിദ്ധുവിനെ വിവാഹം കഴിക്കണോ അതോ? അതിന് വേണ്ടിയാ ഞാൻ ഈ നിമിഷം വരെ ജീവിച്ചോണ്ടിരിക്കുന്നേ. പിന്നെ എന്താ ആന്റി അങ്ങനെ ഒരു ചോദ്യം? അപ്പൊ ധൈര്യമായിട്ട് ചെല്ലേ, അവനെ നിനക്കുള്ളതാ.